ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവേ. പെട്രോളിനൊക്കെ ഇത്രയും വില കൂട്ടിയിരിക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് ബൈക്കോ ഇലക്ട്രിക് സ്കൂട്ടറോ ഉള്ള നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ഡെയിലി ഓഫീസിൽ പോകണം, നമ്മുടെ വർക്ക് ചെയ്യാനൊക്കെ അത് യൂസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ലാഭകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഇലക്ട്രിക് കാർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്ന് പറയാം. പക്ഷേ ഇലക്ട്രിക് ബൈക്കും സ്കൂട്ടറൊന്നും അങ്ങനെയല്ല. നല്ല പ്രൈസിൽ ഒരുപാട് വണ്ടികൾ ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു വണ്ടിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഓലനെയും മടലിനെയും കുറിച്ചല്ല പറയാൻ പോകുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് ടോർക്കിൻ്റെ ക്രാറ്റോസിനെ കുറിച്ചാണ്. ഈ വണ്ടിക്ക് ഇപ്പോൾ ഒരു നല്ല പോലെ തന്നെ ഓഫർ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഹോളി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴേ തന്നെ ടോർക്ക് ക്രാറ്റോസിന് അവർ ഓഫർ കൊടുക്കുന്നുണ്ട്. ഏകദേശം 37,500 രൂപയോളം അവർ ഈ വണ്ടിക്ക് ഓഫർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് നോക്കുകയാണെങ്കിൽ വെറും 1.5 ലക്ഷം രൂപ മാത്രമേ ഇതിന് എക്സ്ഷോറൂം പ്രൈസ് ഉള്ളൂ. അതായത് നമ്മുടെ റിവോൾട്ടിനേക്കാളും ഇപ്പം ഈ വണ്ടിക്ക് വിലക്കുറവാണ്. ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ലുക്ക് തന്നെയാണ്. സാധാരണ നമ്മൾ ആ ഇലക്ട്രിക് വണ്ടികളിൽ കാണുന്ന ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്കോ അല്ലെങ്കിൽ ആ ഒരു കൺവെൻഷനായിട്ട് നമ്മൾ കണ്ട് ശീലിച്ച ആ ഒരു ബൈക്കിൻ്റെ ലുക്കിലല്ല പലതും വരുന്നത്. ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ അതൊരു ഇലക്ട്രിക് വണ്ടിയാൻ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. പലർക്കും നമുക്ക് ആ ഒരു ലുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ക്രാറ്റോസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ കൺവെൻഷനായിട്ട് കണ്ടേക്കുന്ന ആ ഒരു ബൈക്ക് എങ്ങനെയാണ്, അതൊരു പെട്രോൾ ബൈക്ക് എങ്ങനെയാണ് അതേപോലെ തന്നെ ഡിസൈൻ ഇരിക്കുന്നത്. ദൂരത്തു നിന്ന് കാണുകയാണെങ്കിൽ ഒരു പെട്രോൾ ബൈക്കാണെന്നേ പറയത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു പഴയ FCയുടെയോ അല്ലെങ്കിൽ ആ ഒരു ഡ്യൂക്കിൻ്റെയൊക്കെ ആ ഒരു ലുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന പോലത്തെ ഒരു ലുക്കാണ് കമ്പനി അതിന് കൊടുത്തേക്കുന്നത്. അതുതന്നെയാണ് അതിൻ്റെ പ്ലസ് പോയിൻറ്റ്. വളരെ അട്രാക്റ്റീവായ ലുക്കിലാണ് ആ ഒരു വണ്ടി വന്നേക്കുന്നത്. പിന്നെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു മോട്ടറാണ്. നമ്മുടെ ടോർക്കിന് തന്നെ പേറ്റൻ്റുള്ള ടെക്നോളജിയാണ് ഇതിൽ വന്നേക്കുന്നത്. അതായത് ആക്സിയൽ ഫ്ലെക്സ് മോട്ടർ എന്ന് പറഞ്ഞാൽ പുതിയൊരു ടൈപ്പ് മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അവർക്ക് തന്നെ അതിന് പേറ്റൻ്റൊക്കെ ഉള്ളതെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് ചെയിൻ ഡ്രൈവാണ് വന്നേക്കുന്നത്. നമ്മുടെ കൺവെൻഷൻ ആയിട്ടുള്ള ബൈക്കിൻ്റെ പോലെ തന്നെ ചെയിൻ ഡ്രൈവിലാണ് ഇത് വന്നേക്കുന്നത്. ഇതിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ കമ്പനി പറയുന്നത് 180 കിലോമീറ്ററോളം ഇതിന് റേഞ്ച് കിട്ടുന്നതാണ്. പക്ഷേ റിയൽ വേണ്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം 150 മുതൽ 160 വരെ ഇതിന് റേഞ്ച് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പീക്ക് പവർ നോക്കുകയാണെങ്കിൽ 9 കിലോ വാട്ടാണ്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 38 Nm ഇതിന് ടോർക്കുണ്ട്. ആ ഒരു മോട്ടറിൻ്റെ പ്രത്യേകത എന്നാണ് പറയുന്നത് ഇത്രയും ടോർക്ക് കിട്ടുന്നത്. വണ്ടിക്ക് 4 മോഡുകളൊക്കെ വരുന്നുണ്ട്. ഇക്കോ ഉണ്ട്, ഇക്കോ പ്ലസ് ഉണ്ട്, സിറ്റി ഉണ്ട്, പിന്നെ സ്പോട്ട് ഉണ്ട്. ടോപ്പ് സ്പീഡ് പറയുന്നത് 105 km/h. അത് ആ ഒരു സ്പോട്ട് മോഡ് ഇട്ട് ഓടിക്കാൻ നേരത്താണ്. അപ്പോൾ ആ ഒരു റേഞ്ചൊന്നും അതേപോലെ കിട്ടത്തില്ല. എങ്കിലും ടോപ്പ് സ്പീഡ് 105 വരെയും കിട്ടും. ഇക്കോ പ്ലസ്സിലിടാൻ നേരത്താണ് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. പക്ഷേ അപ്പോൾ സ്പീഡ് നല്ലപോലെ തന്നെ കുറവായിരിക്കും. 38 km/h അപ്പോൾ ആ ഒരു സ്പീഡ് വണ്ടിക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ 0 to 40 HAV-നായിട്ട് 4 സെക്കൻഡിൽ താഴെ മാത്രം സമയം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനുള്ള ഹാർഡ്വെയർസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നേക്കുന്ന ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്, റിയറിൽ വന്നേക്കുന്ന മോണോഷോക്കാണ്. വണ്ടിയിൽ ഡ്യുവൽ ഡിസ്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ കോംബി ബ്രേക്കും വരുന്നുണ്ട്. 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. വണ്ടിയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും 140 കിലോഗ്രാമോളം മാത്രമേ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. ഇനി ചാർജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് വീട്ടിൽ കുത്തി ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം 7 മുതൽ 8 അവർ വരെയൊക്കെ സമയം എടുക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഇത് സപ്പോർട്ട് ചെയ്യും. ഫാസ്റ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ 0 നിന്ന് 80 വെറും 1 മണിക്കൂർ മാത്രം സമയം മതി. പക്ഷേ ഈ വണ്ടിയുടെ ഒരു പ്രശ്നം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സർവീസും കാര്യങ്ങളൊക്കെയാണ്. നിലവിൽ ഇതിൻ്റെ ഷോറൂം തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ജില്ലകളിലേക്ക് അവർ വ്യാപിക്കുമെന്ന് പറയുന്നുണ്ട്. എങ്കിലും നിലവിലിപ്പം തിരുവനന്തപുരത്ത് മാത്രമേ ഇതിൻ്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.